രണ്ടു ധാരയാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ പരിചയപ്പെടുത്തിയത്. ഏതാണ് ആ രണ്ടു ധാര? ഒന്ന്, മഹാന്മാരാകുന്ന സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ച, അള്ളാന്റെ റസൂലിനെ കണ്ട് പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട ആ ഒരു ധാരയാണ്. അതാണ് ആമിനു കമാ ആമനൻ നാസ് എന്ന് പറഞ്ഞ ധാര. ആ ധാരയിലാണ് നമ്മളുള്ളത്. അവർ ഹബീബായ മുത്തുനബി, ആ മുത്തുനബിയുടെ ഉമനീരിന്റെ പവിത്രത കണ്ടു, റസൂലുള്ളാഹിന്റെ വിയർപ്പിന്റെ പവിത്രത കണ്ടു, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം സ്പർശിച്ച ജലകണങ്ങൾക്ക് അവർ പവിത്രത കണ്ടു. ഈ ആഖിറു സമാനിൽ ജീവിക്കുന്ന സാധുക്കളാകുന്ന നമ്മളും ആ ഹബീബായ മുത്തുനബിയുടെ അവിടുന്ന് ബന്ധപ്പെട്ട എല്ലാത്തിനോടും നമ്മൾ പവിത്രത വെച്ച് പുലർത്തുന്നു. ആമിനു കമാ ആമനൻ നാസ് എന്ന ആ ഒരു പ്രയോഗം അത് ശരിയാവോ ഇല്ലേ നോക്കൂ നിങ്ങൾ. ആ ഒരു ധാരയിലല്ലേ സാധുക്കളാകുന്ന നമ്മളുള്ളത്. ആ ധാരയിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു ധാരയുണ്ട് ഇവിടെ. ആ ധാര ഏതാ? അതാണ് ഞാൻ പറഞ്ഞത്. മുനാഫിഖീങ്ങളുടെ നേതാവ് അള്ളാന്റെ റസൂലിന്റെ ചുണ്ട് തട്ടിയ വെള്ളത്തെ പറ്റി പരാമർശിച്ചത് അതിനേക്കാള് വളരെ മോശം രൂപത്തിൽ പരാമർശം നടത്തിയെങ്കിൽ ഇന്നും അതേ രൂപത്തിലുള്ള പരാമർശങ്ങൾ മുസ്തഫ മുത്തുനബിയുടെ ഷാറെ മുബാറക്കിട്ട വെള്ളത്തെ പറ്റി പരാമർശം നടത്തുന്ന വ്യതിയാനക്കാരാകുന്ന ആളുകള് നാം കാണുന്നുണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, ആ ധാര ചെന്ന് മുട്ടുന്നത് എങ്ങോട്ടാണ് എന്ന്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. എങ്ങനെ? നമ്മൾ സത്യത്തിലാണ്, നമ്മുടെ നേരിലാണ്. അവരങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലാണ് അത്ഭുതം. അവരെന്തേ അങ്ങനെ പറയാത്തത്, അവരെന്തേ അങ്ങനെ ക്യാമ്പയിൻ നടത്താത്തത് എന്നായിരിക്കും പിന്നീട് നമ്മുടെ ആശങ്ക. കാരണം അവരുടെ ആ ഒരു ധാരയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അവരങ്ങനെ പറഞ്ഞേ പറ്റൂ. പറയണം. അവരെ പറയാതിരുന്നാലാണ് അത്ഭുതം. പറയലോടുകൂടെ നമ്മുടെ ഈമാൻ ഒന്നുകൂടെ ഉയരുകയാണ്, നമുക്ക് ഒന്നുകൂടെ യഖീൻ വരികയാണ്. അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബേ, സാധുക്കളാകുന്ന ഞങ്ങൾ സത്യത്തിന്റെ വഴിയിൽ തന്നെയാണല്ലോ എന്ന ഒരു യഖീൻ നമ്മിലേക്ക് കടന്നു വരികയാണ്.